ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 66ാമത്തെ ഹിക്മത്താണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. നന്ദി അനുഗ്രഹങ്ങൾ നിലനിർത്താനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ്. ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഭയപ്പെടണം. അപ്പൊ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ ഒരുപാട് ആളുകൾ അബദ്ധത്തിൽപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ തെറ്റ് ചെയ്യണ്ട്, എന്നാലോ ഒന്നിനൊരു ബുദ്ധിമുട്ടും പ്രയാസം വരില്ല, എല്ലാം ഉഷാറായി നടക്കുന്നുണ്ട്. ആ ഒരു അനുഭവമായി ഒരുപാട് ആളുകൾ ചിലപ്പം വലിയൊരു അപകടത്തിൽ പെടും, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി തന്നെ മാറും. അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വിവരക്കേടാണ് അടുത്ത ഹിക്മത്തിൽ പറയുന്നത്. ഒരു വ്യക്തിയുടെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോകുന്ന മുഅ്മിന, ഇതൊക്കെ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അവിശ്വാസികളുടെ കാണുമ്പോൾ ചർച്ചയില്ല. വിശ്വാസികൾ ഇതൊക്കെ ബാധകം, മറ്റത് പിന്നെ വേറെ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിച്ച അള്ളാഹുവിന്റെ അടിമ എന്താണ്, പിന്നെ ജീവിതത്തിൽ മോശമായി, എന്നിട്ട് അയാൾക്ക് എന്തില്ല, അള്ളാഹുവിൽ നിന്നുള്ള ഒരു നടപടിയും വരുന്നില്ല. അപ്പോൾ ചില ആളുകൾ ചിന്താഗതികൾ എന്താണെന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് വരെ തോന്നും. അങ്ങനെ കുറെ വിവരക്കേടുകൾ സംഭവിക്കുന്നുണ്ട്. ആ വിവരക്കേടിനെ കുറിച്ചാണ് ഹിക്മത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നത് എന്ത്, അള്ളാഹുതആല പിടിക്കണില്ല, അത് തെറ്റല്ല. പക്ഷെ അള്ളാഹുതആല പിടിക്കണ്ടോ ഇല്ലെന്ന് ഈ ഹിക്മത്ത് ഫുള്ള് ചർച്ച ചെയ്താൽ മനസ്സിലാവും. ആദ്യം ആ ഹിക്മത്ത് വായിക്കും. മിൻ ജഹിലിൽ മുരീദി, ജഹിൽ എന്താ? വിവരക്കേട്. മുരീദ് എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിന് മുന്നോട്ട് പോകുന്ന ആള്. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ച, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുരീദിന്റെ വിവരക്കേടിൽപ്പെട്ടാണ് അവന്റെ ജീവിത മര്യാദകൾ മോശമാകുക. എന്തൊക്കെ നമുക്ക് പറയാം? അള്ളാഹുമായിട്ടുള്ള അവന്റെ നിലപാടുകൾ എന്ത് ചെയ്യാം, അത് മോശമാണ്. എന്നിട്ടോ അവനെ തൊട്ടാണെങ്കിലോ ഒരു ശിക്ഷയും വരുന്നില്ല, ഒരു പ്രശ്നമില്ല. അവന്റെ നടപടികളൊക്കെ മോശമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നില്ല, അവൻക്ക് ഒരു ശിക്ഷയോ പണിഷ്മെന്റോ നടപടികളോ ഒന്നും വരുന്നില്ല. ഫയഖൂലു, അപ്പോൾ അവൻ പറയാണ്, ലൗകാന ആദാ സൂഉ അദബിൻ, ഇതൊരു മോശമായി, ഞാനിപ്പോ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ മോശമായ ഒരു പരിപാടിയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായമൊക്കെ എനിക്ക് ഇല്ലാതാവണ്ടേ? ഇല്ലല്ലോ. എനിക്കിപ്പോഴും ബുദ്ധിമുട്ടില്ല, ആരോഗ്യമുണ്ട്, എന്റെ ബിസിനസ് ഒക്കെ മെച്ചപ്പെട്ടിരിക്കുകയാണ് എന്നെന്ത് ചെയ്യണേ? അവനക്കിങ്ങനെ തോന്നുന്നു. അവൻ പറയും, അള്ളാഹുവിൽ നിന്ന് ഞാൻ വളരെയധികം അകലുണ്ട്. എന്നാൽ പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും അല്ലാഹു തആല അള്ളാഹുവിന്റെ സഹായങ്ങളെ അവനെ തൊട്ട് തടയുന്നുണ്ട്, അത് അവൻ അറിയുന്നില്ല. അതാണ്. അപ്പൊ അള്ളാഹു അറിയാതെ അള്ളാഹു തആല എന്ത്, അള്ളാഹു അടിമ അറിയാതെ അടിമയിൽ നിന്നും അള്ളാഹുവിന്റെ, അടിമയെ തൊട്ട് അള്ളാഹുവിന്റെ സഹായങ്ങൾ പല പ്രാവശ്യവും ചെയ്യുന്നുണ്ട്. തിന്മകൾ സംഭവിക്കുമ്പോൾ തടയപ്പെടുന്നുണ്ട്. അത് ആരറിയുന്നില്ല? ഈ അടിമ അറിയുന്നില്ല. എത്രമാത്രം മതി അവൻക്ക് ആത്മീയമായ പുരോഗതി കൂടാഞ്ഞാൽ തന്നെ അതെന്താണ്, അതൊരു തരം അള്ളാഹുവിൽ നിന്നുള്ള തടയാനാണ്. ഇതൊക്കെ വിശദീകരിക്കാനുണ്ട്. ഞാൻ പറയാം, ഇഷ്ടന്റെ ഹിക്മ വായിക്കണം, പിന്നീട് വിശദീകരിക്കും. വഖദ് യുഖാമു മഖാമൽ ബൗദി വഹുവ ലാ യദ്രി, ചിലപ്പോ അവൻ അറിയാത്ത അല്ലാഹു തആല അവനെ ഒരുപാട് അകറ്റിയിട്ടുണ്ടാവും. അതെങ്ങനെ? അത് ഞാൻ പറയാം. വലൗ ലം യകുൻ ഇല്ലാ അൻ യുഖല്ലിയക വമാ തുരീദു, ഇനി ഒന്നും വേണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി നിന്നെ ഫ്രീ ആക്കി ഉടനെ തന്നെ അല്ലാഹു തആല നിന്നെ അകറ്റിയതിന്റെ അടയാളമാണ്. നിന്റെ ഇഷ്ടങ്ങളുമായി നിന്നെന്ത് ചെയ്യാ, ആണ്ട് വിഹരിക്കാനേ, നിന്റെ ഇഷ്ടങ്ങളുമായി പഠിച്ചവനെ അയച്ചുവിടുക. അതന്നെ പഠിച്ചവൻ അകറ്റിയതിന്റെ എന്താണ്
അടയാളമാണ്. അപ്പൊ അള്ളാഹു തആല ജീവിത മര്യാദകൾ അള്ളാഹുവിന്റെ അടിമ മോശമാവുമ്പോൾ അള്ളാഹു തആല പിടിക്കണില്ല. ഇത് അതുകൊണ്ട് പഠിച്ചവൻ എന്നോട് പ്രശ്നമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പഠിച്ചവനെ പിടിക്കണ്ടേ, അപ്പൊ ഇതൊന്നും തെറ്റല്ല എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിവരക്കേടാണെന്നാ ഏകമത്തിൽ പറയുന്നത്. അങ്ങനെ നോക്കാം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ച ഒരു സത്യസന്ധനായ അടിമയുടെ മര്യാദയാണ് അള്ളാഹുമായിട്ടുള്ള അവന്റെ ജീവിത മര്യാദകൾ നന്നാക്കുക. എല്ലാത്തിലും, വാക്കില്, സംസാരത്തില്, പ്രവർത്തനത്തില്, ചിന്താഗതിയില്, ഇബാദത്തില്, എല്ലാത്തിലും എന്തുണ്ടാകാം, അവനനുസരിച്ച് അവനെ കൊണ്ട് കഴിയുന്ന മര്യാദകൾ ചെയ്യും അവനോടെ പാലിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ എല്ലാത്തിനോടും ബഹുമാനം ഉണ്ടാവണം. അള്ളാഹു തആല സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും ഒന്നിനോട് നിസ്സാരമാക്കാത്ത, അല്ലെ, എല്ലാത്തിനോടും ബഹുമാനം ഉണ്ടാവുന്ന, ആദരവുണ്ടാവുന്ന, എല്ലാത്തിനോടും ഹുർമത്തുണ്ടാവുന്ന മാനസികാവസ്ഥ ആർക്കുണ്ടാവും? അള്ളാഹുവിന്റെ അടിമക്ക് ഉണ്ടാവും. ഇനി ഇങ്ങനത്തെ വിഷയത്തിൽ അവന്റെ അടുത്ത് എവിടെയെങ്കിലും വീഴ്ച വന്നാൽ എന്ത്, ഒന്നുകിൽ ജീവിത ശൈലിയിൽ ഇബാദത്തിന്റെ കാര്യത്തിൽ വീഴ്ച വന്നു, അല്ലെങ്കിൽ ജീവിതം മറ്റുള്ള മര്യാദകളിൽ വീഴ്ച വന്നാൽ ഉടനെ എന്ത് ചെയ്യണം? അവൻ അള്ളാഹുവിനോട് തോപ ചെയ്യണം. പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിക്ക് എന്താണ് പേരുണ്ടായത്? നൂഹ് എന്നുള്ള പേരിന് കാരണം എന്താ? സദാസമയം അള്ളാഹുവിലേക്ക് വിലപിക്കുക എന്നുള്ള പേരാണ്. നോഹ വിലപിച്ച് കരഞ്ഞിരുന്ന ആളാണ്. എന്താ കാരണം? ഒരു ജീവിയെ കണ്ടപ്പോ, ആ ജീവിയുടെ ഒരു വികൃത കണ്ടപ്പോ അതിനോട് ചെറിയ നിസ്സാരത തോന്നി. എനിക്ക് തോന്നുന്നു നായാണ് എന്റെ ഓർമ്മ. അതിനെ കണ്ടപ്പോ ചെറിയൊരു, എന്റെ ആ വികൃതമായ ഒരു കോല കണ്ടപ്പോ മഹാനോക്ക് ചെറിയ നിസ്സാരത തോന്നിയപ്പോ പിന്നീട് ചിന്തിച്ചാണ് എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചു. കാരണം ഇതും അള്ളാഹുവിന്റെ പടപ്പല്ലേ. അപ്പോ ഒരു അള്ളാഹുവിന്റെ വിളിയാളം കിട്ടുന്നോ? നിങ്ങൾ ചിത്രത്തെയാണോ പരിഹസിച്ച് നിസ്സാരമാക്കുന്നത്, അതോ ചിത്രകാരനെയാണോ? ഈ സൃഷ്ടിച്ചത് ആരാ? അല്ലല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിസ്സാരത വരുന്ന യഥാർത്ഥത്തിൽ ആരോടാ വരുന്നത്? അള്ളാഹുവിനോടല്ലേ. അത് ആ ഒരു പ്രഖ്യാപനം മുതല് മഹാനവർ അള്ളാഹുവിനോട് തോപയാ വിലപിക്കാൻ തുടങ്ങിയതാണ്. അന്നോളാണ് നൂഹ് എന്ന് തന്നെ ആ പേരിന്റെ അർത്ഥം വരാൻ കാരണം. അപ്പൊ എല്ലാ ജീവിതത്തിൽ എവിടെയെങ്കിലും അധപകേട് വന്നാൽ അത് ബോധ്യപ്പെട്ട ഉടനെ അള്ളാഹുവിനേക്ക് എന്ത് ചെയ്യും? നല്ല മനുഷ്യന്മാരാണെങ്കിൽ, സ്വാദിക്കാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ അവർ മടങ്ങും. അങ്ങനെ അവർ മടങ്ങണില്ലെങ്കിൽ എന്താണ്? അവരിൽ നിന്ന് ചിലപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ മടക്കാനുള്ള പണി പഠിച്ചുകൊടുക്കും. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ നമ്മൾ എന്തെങ്കിലും ഉടനെ മടങ്ങണില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കുള്ള നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ നമ്മളെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് നമ്മളെ മടക്കും. പക്ഷെ അങ്ങനെ അള്ളാഹു തആല അവിടെ ഇവിടെ പിടിച്ചിരിക്കണമെന്ന് ചിലപ്പോ എല്ലാവർക്കും എന്താണില്ല, ഇതറിയണമെന്ന് നോക്കൂ. എല്ലാവർക്കും എന്റെ റബ്ബിനെ പിടിക്കുന്നുണ്ടെന്ന് ചിലപ്പോ തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. ആ സമയത്ത് അറിയണില്ല, അറിയും. അപ്പോ എല്ലാം കയ്യിൽ നിന്ന് ഫുള്ളാണ്ട് പോയാൽ എന്ത് ചെയ്യും? ഇത് പോയിക്കണമെന്ന് മനസ്സിലാവും. ഇങ്ങനെ നമ്മളറിയാതെ നമ്മളിൽ നിന്നിങ്ങനെ പോകുന്നത് ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യണില്ല, അറിയണമെന്നില്ല. അപ്പൊ നമുക്ക് തോന്നും എന്ത്, ഞാനിപ്പോ ചെയ്തത് എന്തില്ല. അപ്പൊ നമ്മളെന്തെങ്കിലും അറാമ് കണ്ടു, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാ? പ്രശ്നം ഉണ്ടെങ്കിൽ പഠിച്ചു വിട്ടിട്ടുണ്ട്, അത് വലിയൊരു പ്രശ്നമില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ്, എനിക്കത് പഠിച്ചോ എവിടെയെങ്കിലും പിടിക്കണ്ട. മൊത്തത്തിൽ എന്റെ അനുഭവം നോക്കുമ്പോ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ആവലുണ്ട്. അങ്ങനെയുണ്ട്. ചിലപ്പോ ചില ബ്ലോക്കുകൾ നമുക്ക് അറിയാൻ പറ്റും, ചിലപ്പോ ചില ബ്ലോക്കുകൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ഹറാമ് കണ്ടു, അല്ലെങ്കിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടു, അപ്പൊ നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുകയാണ് പ്രശ്നമില്ലാന്ന്, പിന്നെയും തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങനെ എന്ത് ചെയ്യണ്? ആ ഒരു തിന്മ നമ്മൾ എന്ത് ചെയ്യാണ്? അതൊരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന അവസ്ഥ വരാണ്. അത് അള്ളാഹുവിന്റെ അപാരമായ സഹായം അയാൾ കിട്ടില്ലെങ്കിൽ അവസാനം വലിയ ഒരു അധപതനത്തിലേക്ക് അടിമ എത്താൻ എന്താവും? അത് കാരണമാവും. അള്ളാഹു തആല നമ്മളെ കാക്കുക. അതാണ് വിവരക്കേട് എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ് ഇത് വിവരക്കേടാവുന്നത്? ഒന്ന്, ഇത് പഠിച്ചവന്റെ സഹായം എനിക്കിപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ എന്ത് ചെയ്യണം? അവൻ ചിന്തിക്കണം. അതൊരു വിവരക്കേടാണ്. എന്നാൽ എന്താണ്, നഫ്സിനെ കുറിച്ചും നഫ്സിന്റെ ചതികളെ കുറിച്ചും വിവരമുള്ളതാണെങ്കിൽ എന്താണ്, ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കുമ്പോ നമ്മളിൽ എന്തോ വീഴ്ചകൾ വരുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഒന്നും കൂടി അള്ളാഹുവിലേക്ക് ഡെവലപ്ഡ് ആളാണെങ്കിൽ, ആത്മീയമായി കൽബിയായിട്ട് പുരോഗതി പ്രാപിച്ച ആളാണെങ്കിൽ അയാൾക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിലേക്ക് എത്രത്തോളം വളർന്നു അത്രത്തോളം പെട്ടെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഓഫറാത്ത് വന്നാൽ തന്നെ അപ്പൊ തന്നെ റബ്ബിന് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് നിയമം തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു അടിമണ്ടെങ്കിൽ അയാൾ ജാഹിലാണെന്നുള്ളതാണ്. മഹാന്മാർ പറയുന്ന ജഹാലത്തിന്റെയും ജഹലും രണ്ടും അവനുണ്ട്. ജഹാലത്തുണ്ട്, ജഹലുണ്ട്. ജഹാലത്ത് പറഞ്ഞാൽ എന്താണ്, അവൻ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യാണ്, ചെയ്യാൻ പാടില്ല. രണ്ടാമത് ജഹൽ എന്താ, ആ ചെയ്ത് തെറ്റല്ല. തെറ്റാണെങ്കിൽ പഠിച്ചോണ്ടെ പിടിക്കേണ്ടതല്ലേ, പ്രശ്നമില്ലല്ലോ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ എന്നെന്ത് ചെയ്യാ, ഒരു നായികന്റെ മനസ്സിലുണ്ടാക്കാം. അത് വലിയ ജഹലാണ്. അതുകൊണ്ടാണ് മഹാൻ ഇബ്നു അജീബ ഇത്ര അടിമകളെ കുറിച്ച് പറഞ്ഞ് ഫഖദ് ജമാ ബൈനൽ ജഹാലത്തി വൽ ജഹൽ എന്ന. ജഹാലത്തും ജഹലും അനുസരിക്കുന്ന. കാരണം എന്താണ്, തെറ്റ് ചെയ്യുകയും ചെയ്യാം, എന്നാലും തെറ്റ് എന്ത് ചെയ്യാ, പഠിച്ചവനെ പിടിച്ചിട്ടില്ലല്ലോ, പ്രശ്നമില്ലല്ലോ, എവിടെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എന്ത് ചെയ്യാ, മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കാം. എന്ന് വെച്ചാൽ അവൻ ആരിഫാണെങ്കിൽ, ബോധമുള്ളതാണെങ്കിൽ, ഇനി അത് പിടിച്ചോ പിടിക്കാത്ത അന്ന് അവൻ മെയിൻറ്റെയിൻ ചെയ്യില്ല. അവൻ എന്ത് ചെയ്യും, എന്റെ റബ്ബ് എന്തായാലും എന്ത് ചെയ്യും, ഇതിന് പണിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അള്ളാന്റെ തൃപ്തി പോകാൻ ചാൻസ് ഉണ്ട്. അത് വരുന്നതിന് മുമ്പ് ഉടനെ തോപ ചെയ്യും. അതാണ് ആദം നബി ഇസ്ലാമിന് തോപ സ്വീകരിക്കാൻ കാരണം. പോലീസിന്റെ തോപ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അതാണ്. ആദം നബി എന്ത് ചെയ്തു, ഉടനെ എന്ത് ചെയ്തു, തോപ ചെയ്യുന്നു. അപ്പൊ കുറെ ആളുകൾക്ക് എന്തറിയില്ല, അള്ളാഹു തആല ഇങ്ങനെ നമ്മളെ തിന്മകൾ, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോ നമ്മളെ പിടിക്കുന്നുണ്ടെന്ന് ചില ആളുകൾക്ക് അറിയില്ല. അത് പല പ്രാവശ്യം അവിടെയും ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഒറ്റടിക്ക് പോകുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അതിന് മഹാനായ ഇബ്നു അജീബ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഉദാഹരണം പറയാം, ഒരു നല്ലൊരു വൃക്ഷം നമ്മൾ എന്ത് ചെയ്തു, നനച്ചു പിടിച്ചുണ്ടാക്കി നല്ല മനോഹരമായ ഒരു വൃക്ഷമുണ്ട്, നമ്മൾ എന്നും നനക്കുന്നുണ്ട്. ഒരു ദിവസം നനക്കാൻ ഞാൻ എന്താ സംഭവിക്കാം, ഒന്നും സംഭവിക്കൂല. രണ്ടാമത്തെ ദിവസം എല്ലാം ഒന്നും സംഭവിക്കൂല. ഒരാഴ്ച ചെറിയൊരു വാട്ടം ഉണ്ടാവുള്ളൂ അല്ലെ. രണ്ടാഴ്ച കഴിയുമ്പോഴോ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറാകുന്നുള്ളൂ. ഒരു മാസം കണ്ട് പോയാലോ അടിയോടെ ചിലപ്പോൾ വിഷന്ന് പോരാൻ ചാൻസ്. അപ്പൊ എന്താണ്, നമ്മളിൽ നിന്ന് ഇങ്ങനെ അള്ളാഹു തആല പലതും ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് അവിടെയും ഇവിടെയും ആത്മീയമായ പലതും നഷ്ടപ്പെടുന്നുണ്ട്. ഇത് അവിടെയും ഇവിടെയും പോയി എല്ലാം കൂടി ഒന്നിച്ചിട്ട് ലാസ്റ്റ് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാം നമുക്ക് വൻ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് പോകുന്നത് തന്നെ സ്പോട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ സ്വാധീനങ്ങളെ അടിമകൾ. അപ്പൊ അവരെന്ത് ചെയ്യും, വേഗം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും, അവര് മടങ്ങും. അപ്പൊ ഒരാള് അള്ളാഹുവിന്റെ സഹായം അയാൾക്ക് ഇല്ലെങ്കിൽ എന്താ ചെയ്യാ, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ പടുവീഴ്ചയിൽ നിന്നും തിരിച്ചു വരാൻ എന്നല്ല വളരെ പ്രയാസകരമാവും. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇനി അതല്ല, നോക്കൂ, അതുമല്ല, നമുക്ക് ജീവിത നിലവാരത്തിൽ ചില വീഴ്ച, ജീവിത മര്യാദകളിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും കുറവില്ല, പക്ഷെ നമുക്കെന്തില്ല, ഒന്നും കൂടുന്നില്ല. അതിനാണ് പറയാം മൻഉൽ മസ്ജിദ് എന്ന് പറയും. പറയട്ടെ, മൻഉൽ മസ്ജിദ്. നമ്മുടെ ജീവിതം, നമുക്ക് പ്രായമാവുന്നതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ആത്മീയ പ്രോഗ്രസ് കൂടിയിട്ടില്ലെങ്കിൽ അത് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തില് നമ്മളെ എന്താണ്, നമ്മളെ പിടിച്ചതിന്റെ അടയാളം. മനസ്സിലായോ? നമുക്ക് പ്രായം അനുസരിച്ച് ചിലപ്പോ ഇബാദത്തിന്റെ എണ്ണോ റക്കാത്തിന്റെ എണ്ണയോ ഖിറാഅത്തിന്റെ കൗണ്ടോ ചിലപ്പോ കൂടണമെന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് പ്രായമാവുന്നതനുസരിച്ച് ചിലപ്പോൾ അത് കുറയാനാ ചാൻസ്. മുമ്പ് ചെല്ലി അത്ര ദിക്ർ ചിലപ്പോൾ ചെല്ലാൻ കഴിയുന്നില്ല. പക്ഷെ ചെല്ലൽ കുറഞ്ഞാലും
ആത്മീയമായിട്ടുള്ള അള്ളാഹുമായിട്ടുള്ള ബന്ധവും കണക്ഷനും പവറും ഓരോ ദിവസവും നമുക്ക് കൂടിയിരുന്നെങ്കിൽ നമുക്കവിടെ എന്തുണ്ട്, മൻ ഉൽ മസീദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതിൽ കുറവുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹു തആല നമ്മളെ വീഴ്ച കൊണ്ട് ഇവിടെ പിടിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല. അതായത് നമുക്ക് പ്രായമാകുന്ന ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആത്മീയമായ ഒരു പുരോഗതി കൂടണം. മുമ്പ് ചെയ്തിരുന്ന തിന്മകളൊക്കെ ഒഴിവാക്കണം. മുമ്പ് ഒരാഴ്ച 2 ചെയ്തികളെ അതൊരു മാസത്തിലേക്ക് മാറണം. പിന്നെ ആ തിന്മയിൽ നിന്ന് പറ്റ പോയിട്ടുണ്ടാവണം. അതാണ് മസീദ്. നമുക്ക് എന്ത് ചെയ്യണം, ആത്മീയമായ ഒരു പുരോഗതി ഇങ്ങനെ എന്നും നമുക്ക് മൊത്തം നോക്കുമ്പോൾ മുമ്പത്തേക്കാളും ആത്മീയമായ ഒരു വളർച്ച നമുക്കില്ല എങ്കിൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്, അത് അപകടം സംഭവിച്ചുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വളർച്ചയെ തടഞ്ഞ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ ഇന്നത്തെ ദിവസം ഇന്നലത്തേക്കാളും മോശമാണെങ്കിൽ ആൾ വൻ പരാജിതനാണെന്നാ അല്ലേ? ഇന്നലത്തെ നമ്മൾ പറയുന്നത് പഴയ ആത്മീയതപ്പല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ പരാജയനാണെന്നാ. മുമ്പത്തെ ഇഖ്ലാസും ആത്മാർത്ഥതയൊന്നും ഇപ്പല്ല, നഷ്ടപ്പെട്ടിക്കണ് എന്നെങ്കിൽ എന്താ, ഞാൻ പരാജിതനാണെന്നാ. അല്ല പഴയ പോലെ പോകണ്ടെന്നെങ്കിലാ, എന്നാലും ഞാൻ നഷ്ടക്കാരനാ. അല്ല പഴയ പോലെ പോയാ പോരാ. കാലങ്ങാണെങ്കിൽ എന്താ, ഒരു കഴിഞ്ഞ കൊല്ലത്തെ അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് അതേപോലെ പോകണ്ടെന്ന് പറഞ്ഞാ എന്റെ ഒരു കൊല്ലം വേസ്റ്റ് ആണെന്നാണ് അല്ലേ? കാരണം ഈ ഒരു കൊല്ലം പണിയെടുത്തിട്ടില്ല. ഒരു കൊല്ലം പണിയെടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാകണം. അപ്പൊ ഒരു കൊല്ലം വേസ്റ്റാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നലത്തേക്കാൾ മോശമാണെന്നെങ്കിൽ വൻ പരാജയമാണ്. ഇന്നലെ ഇന്ന് ഈക്വലാണെങ്കിൽ നഷ്ടമാണ്, ലാഭമില്ല, ആ ഒരു ദിവസം വേസ്റ്റാണ്. എന്നാൽ ഇന്നത്തേക്കാളും എന്തോ ഒരു പുരോഗതി ആത്മീയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്തുണ്ട്, മസീദ് ഉണ്ട്, നമ്മൾ ലാഭത്തിന്റെ ആളുകളാണ്. അപ്പൊ ജീവിതത്തിൽ പ്രായമനുസരിച്ച് ആത്മീയമായ എന്ത് ചെയ്യണം, പ്രോഗ്രസും പുരോഗതിയും നമുക്കുണ്ടെങ്കിൽ അല്ലാഹു തആല എവിടെയും നമ്മളെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ അദബുകൾ നന്നായി വരുന്നുണ്ടെന്നാ. അപ്പൊ പഴയമായൊന്നും ഇല്ല, ഉഷാറില്ല, റാഹത്തില്ല. മുമ്പ് നല്ല ഉഷാറായി. ചിലർ അങ്ങനെ പറയുന്നുണ്ട്, മുമ്പേ എന്തൊരു ഉഷാറായിരുന്നു, എല്ലാ ജമാഅത്തിനും പോയിരുന്നത്, ലോകത്തോളം എന്തൊക്കെ നല്ല ഉഷാറായി. ഇപ്പൊ ഒന്നും ഞാൻ പറ്റ നിന്നു എന്ന് പറയും. എന്താ കാരണം? നിന്റെ പരാജയമാണ്. അപ്പൊ മൻഉൽ മസീദ് എന്ന് പറയും. നമുക്ക് ആത്മീയമായ ഒരു ഞാൻ പറഞ്ഞല്ലേ, ഇത് ഏതിനും കാൽക്കുലേറ്റ് ചെയ്യണ്ട. റക്അത്തിന്റെ എണ്ണത്തോ അല്ലെങ്കിൽ സൂറത്തിന്റെ ആധിക്യത്തോ അതൊന്നും ചിലപ്പോ പ്രായം കൊണ്ട് നമുക്ക് കഴിയില്ല. മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഭാഗത്തോട് മനസ്സിന് എങ്ങനെയുണ്ട്, അള്ളാഹുമായിട്ട് ഇഷ്ടം എങ്ങനെയുണ്ട്, അത് കൂടിയിട്ടുണ്ടോ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുണ്ടോ, അതൊക്കെയാണ് ഈ ഭാഗത്തിന്റെ എഫക്ട്. അതിന്റെ റിസൾട്ട് വരുന്നത് മനസ്സിനാണ്. അപ്പൊ അതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അൽഹംദുലില്ലാഹ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചോൻ പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഒരു മനുഷ്യന് ആത്മീയമായ പുരോഗതി ഉണ്ടാകണില്ലെങ്കിൽ തന്നെ അല്ലാഹു തആല എവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ ജീവിതം നിലപാട് മോശമായതുകൊണ്ട് അല്ലാഹു തആല പിടിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ചിലപ്പോ ഇനി വേറെ സംഗതി ഉണ്ടോ, ഇനി ആത്മീയമായ നമ്മൾ കയറുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാലും നമ്മൾ എന്ത് ചെയ്യണില്ല, മാന്മാരുടെ ആത്മീയതയിലേക്ക് നമ്മൾ എത്തണില്ല, ഒരു ഔലിയാക്കളുടെ ആത്മീയത നമുക്ക് കിട്ടണില്ല. എന്താ കാരണം? അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, അള്ളാഹുവിനുള്ള ബോധവും അള്ളാഹുവിനുള്ള കുറവും അതിന് രണ്ടിനും അറ്റം ഞാൻ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞോ മനസ്സിലാക്കാം. അള്ളാഹു ഒരു അടിമയെ അകറ്റാൻ തീരുമാനിച്ചാൽ അകറ്റൽ എന്തില്ല, അറ്റല്ല. എത്രയും അള്ളാഹുവിന്റെ കാരണത്തിൽ നിന്ന് അങ്ങേയറ്റത്തെ അകറ്റും അല്ലേ? അള്ളാഹു തആലക്ക് ഒരു മനുഷ്യനെ അകറ്റാൻ വിചാരിച്ചാൽ എത്രയും അകറ്റാം. അപ്പൊ ബോഴ്ത് എന്ന് പറയും, അകറ്റുന്നതിനും അറ്റല്ല, കുറുബിനും അറ്റല്ല എന്ന്. അള്ളാഹു തആല ഒരു അടിമയെ അടുപ്പിക്കാൻ വിചാരിച്ചാൽ ആ അടുപ്പിക്കുന്നതിന് എന്തില്ല, അറ്റല്ല. അത് എങ്ങനെ മനസ്സിലാകുക? ഞാൻ അള്ളാഹുവിനൊക്കെ ഒരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ അപ്പോഴാ മനസ്സിലാക്കുക എന്റെ കഴിഞ്ഞ പിന്നെ സമയത്തെ മാനസികമായ അവസ്ഥയും ഈ അവസ്ഥ നമുക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു സ്ഥാനത്ത് കയറുമ്പോഴാണ് മറ്റേ സ്ഥാനം വളരെ താഴെ എന്ന് മനസ്സിലാവുക. അത് ഇതൊന്നും നമുക്ക് പിന്നെ കിതാബൊക്കെ കിട്ടണമല്ല, അത് ജീവിതത്തിലെ അനുഭവത്തിലേ കിട്ടുള്ളൂ.
നമുക്ക് വേറൊരു സ്ഥാനത്ത് കയറിയാൽ മനസ്സിലാവും ഇന്നലത്തെ ആ സ്ഥാനം വളരെ മോശമാണ്. അപ്പൊ അള്ളാഹുവുമായിട്ട് അടുക്കളയിൽ എന്തില്ല അറ്റല്ല. അപ്പൊ നമ്മള് ജീവിതത്തിൽ നമുക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു മഹാന്മാരുടെ ഒരു സൂഫിയാക്കുന്ന ഒരു കാമനും കൂടെ ആത്മീയമായ പ്രോഗ്രസ് കിട്ടാത്തതെന്നാ നമ്മുടെ ജീവിതത്തിൽ അത്രേ നമുക്ക് എന്തുള്ളൂ, അതബുകള് സൂക്ഷിക്കാൻ കഴിയുള്ളൂ. നേരമറിച്ച് അള്ളാഹുമായിട്ട് അത്രയും കുറുബിലേക്ക് എത്തുമ്പോ അവരുടെ ജീവിതത്തിൽ വേറെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് അത്രയും അപ്പൊ ഒരുപാട് അതബുകൾ നമ്മളിൽ അതബുകേടുകൾ വരുന്നത് കൊണ്ടാണ് എന്ന് വിചാരിച്ച് അള്ളാഹു തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൊറുക്കപ്പെടുന്ന അതബുകേടായതുകൊണ്ടാണ് നമുക്ക് ആത്മീയമായ പുരോഗതി ഇങ്ങനെ കുറച്ച് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെയധികം കുറുബ് ഹദറത്തുൽ ഖുദ്സ് നമുക്ക് കിട്ടണില്ല. അപ്പൊ അള്ളാഹുമായിട്ടുള്ള വളരെയധികം അടുപ്പം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അതൊക്കെ എന്താണ്, അക്കത്തിന്റെ ഭാഗമാണ്. പിന്നെ മറ്റൊരു സംഗതി മനസ്സിലാക്കാന്ന് വെച്ചാല് അള്ളാഹു തആല നമ്മളുടെ ഇഷ്ടവുമായി നമ്മളെ ഫ്രീ ആക്കി വിടുന്നത് തന്നെ എന്താണ്, അള്ളാഹു തആല നമുക്ക് ചെയ്യുന്ന ഒരു നടപടിയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടങ്ങളുമായിട്ട് ഒരടിമയെ ആ അടിമയുടെ ഇഷ്ടങ്ങളുമായി അള്ളാഹു തആല വെറുതെ വിട്ടാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ അടിമയെ തൊട്ട് അള്ളാഹു തആല തിരിഞ്ഞു കളിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞാൻ മനസ്സിലാവാം. അതായത് എന്റെ ബിസിനസ്, എന്റെ മറ്റുള്ള സ്ഥാനമാനങ്ങൾ, വ്യാപാരങ്ങള്, അതിന് ഭയങ്കര സന്തോഷവും സമാധാനവും ആശ്വാസവും കണ്ടെത്തുന്ന അവസ്ഥയിൽ എനിക്കൊരു മനസ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തആല എന്നെ തൊട്ട് തിരിഞ്ഞിരിക്കണം, ഒഴിവാക്കിയിരിക്കണം. കാരണം അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ അള്ളാഹു തആല അതൊക്കെ കൊടുത്താലും അതിലൊന്നും കിട്ടൂല, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സമാധാനം കണ്ടെത്തൂല. അപ്പൊ അള്ളാഹു തആല നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. സ്ഥാനമുണ്ട്, വാഹനങ്ങളുണ്ട്, വീടുണ്ട്, പേരുണ്ട്, പ്രശസ്തിന്റെ ആരോഗ്യമുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മുടെ മനസ്സെന്തില്ല, സമാധാനം കണ്ടെത്തില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് അള്ളാഹു എന്നുള്ള സമാധാനം, അതിൽ മറ്റേക്ക് അസ്വസ്ഥതാണ്, അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്തുണ്ട് അള്ളാഹു എന്നുള്ള സമാധാനം നമ്മുടെ മുമ്പിൽ മറികടന്ന് നിൽക്കുന്നെങ്കിൽ അള്ളാഹു തന്നെ നമ്മളിലേക്ക് അഭിമുഖീകരിച്ചിട്ടാണ്. അപ്പൊ നമ്മളെ ഇഷ്ടങ്ങളുമായി നമ്മളെ ഫ്രീ ആക്കി വിടണമെങ്കിൽ അള്ളാഹു തആല നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ നമ്മളെന്താണ് അകറ്റിയതിന്റെ അടിയാണ്. അപ്പൊ പലതും നമുക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിമൽ എന്തെങ്കിലും എത്തിമാത് എന്ന് പറയും, അതിമൽ എന്തെങ്കിലും മാനസികമായി ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അബ്ദുറഹ്മാൻ ഔഫ് സഹാബികളിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വലിയ പൈസക്കാരനായിരുന്നു. ഏത് ബിസിനസ് തൊട്ടാലും എന്താണ് ബിസിനസ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണല്ല, ഉള്ള പൈസ കൊണ്ട് എന്ത് ചെയ്യാണ് ഏർപ്പാട് ചെയ്യണം, അതിന് ലാഭം തന്നെ വരികയാണ്. എന്നിട്ടും മനസ്സെന്തില്ല, മാനസികമായിട്ട് അള്ളാഹുമായിട്ടുള്ള ഇഷ്ടത്തിനെ ബാധിച്ചില്ല. അതിന് നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അള്ളാഹു തആല തന്ന എല്ലാ സംഗതികളും എന്താണ് അതിന്റെ ഹഖീഖത്ത് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് സമീപിക്കാൻ പാടുള്ളൂ. സൂഫിയാക്കളുടെ നിലപാട്. അല്ലെങ്കിൽ അതൊക്കെ അപകടമാണ്. നമ്മളെ സന്താനങ്ങൾ നമുക്ക് അപകടമാണ്, നമ്മളെ സമ്പത്ത് നമുക്ക് അപകടമാണ്, നമ്മളെ മറ്റുള്ള സ്ഥാനമാനങ്ങൾ അപകടമാണ്. നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ സമീപിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതാണ് ഞാൻ ഒരു കഥ മുമ്പ് പറയാൻ പറഞ്ഞത്, ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ആവർത്തിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തില് മൂസാ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സാധനം ഉണ്ടായിരുന്നു. എന്താണ് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്താണ്? വടി അല്ലേ? ആ വടിയെ കുറിച്ച് അല്ലാഹു തആല ഒമാ തിൽക ബിയമീനിക യാ മൂസ എന്ന് ചോദിച്ചു. എന്താ നിങ്ങളെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോ ഇതെന്താണെന്ന് ആർക്കറിയില്ല. ചോദിക്കണം, പടച്ചോന്നറിയില്ലേ എന്ത് ഇത് വടിയാണ്, അതൊക്കെ വടിയാന്ന് അറിയാക്കോ. പിന്നെന്താ, ആ പഠിപ്പ കുറച്ച് കാര്യങ്ങള് പഠിപ്പിക്കാനുണ്ട്. മൂസാ നബിക്ക് എന്തായിരുന്നു, ആ വടിയിൽ ഭയങ്കര എഴുത്തിമാതായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമായിരുന്നു. ഈ വടി ഞാൻ എനിക്ക് കഴിയൂല എന്നുള്ള തോന്നൽ ആർക്കുണ്ടായിരുന്നു? മൂസാ നബിക്ക് ഉണ്ടായിരുന്നു. നമുക്ക് കാണുന്നില്ല, ഈ കച്ചവടം എന്റെ പരിപാടി ഒക്കെ പൂട്ടു, അല്ലെങ്കിൽ എന്റെ മോനെ എളുപ്പം ആ പണിയുണ്ട് ഒഴിവാക്കി വന്നാൽ എന്റെ ജീവിതം കഴിഞ്ഞ്, ഇങ്ങനൊക്കെയല്ലേ തോന്നല്.
അല്ലെങ്കിൽ ഈ ഏർപ്പാടില്ലെങ്കിൽ ചിലർ ബേജാറാണ്. ഈ ഏർപ്പാട് എന്ത് ചെയ്ത് എല്ലാം കഴിഞ്ഞു എന്നാ, അത് കഴിഞ്ഞാലേ കഴിയാൻ നല്ല ഏർപ്പാട് കിട്ടുക. അപ്പൊ ഓരോരുത്തർക്ക് എന്ത് ചെയ്യുന്നു അണ്ട് ഡിപ്പെൻഡ് ആവുകയാണ്. ഈ ഡിപ്പെൻഡിങ് ആർക്ക് ഇഷ്ടമില്ല? അതാണ് ഇഷ്ടമില്ല. അപ്പൊ മൂസാ നബി സംബന്ധിച്ചിടത്തോളം എന്താണ് ആ വടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്പെൻഡിങ് ആയിരുന്നു. അതുകൊണ്ടാണ് മൂസാ നബിയുടെ മറുപടിയിൽ അതിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ എന്താ അല്ലാഹു തആല മൂസാ നബി ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ വടിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആർക്ക്? മൂസാ നബിക്ക്. മൂസാ നബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വടിയാണ്, ഇതുകൊണ്ട് എന്ത് ചെയ്യും, എന്റെ ആടുകൾക്ക് എന്ത് ചെയ്യും, കൊഴിച്ചടിച്ചിട്ട് ഇലകൾ പറപ്പിച്ചു, പിന്നെ പറിച്ചു താഴെടും. അതുപോലെ തന്നെ ഇതിന് ഞാൻ ചാരി നിൽക്കും. അതും പറഞ്ഞില്ല. പിന്നെയും എണ്ണി അതിന്റെ ഉപകാരം പറയണം. പിന്നെയും വലിയ മാരിപ്പിന്നുഖറാന്ന, പിന്നെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നാണ് മൂസാ നബി പറഞ്ഞത്. ആരോട്? അല്ലാഹു തആലയോട്. എന്ന് പറഞ്ഞാൽ അത്രയും ഇതിനെ ഒഴിവാക്കാൻ പറ്റാത്ത സാധനത്തിന്റെ ജീവിതത്തിൽ വലിയ പാർട്ടാണ്. അതുകൊണ്ട് ഇതിന് ഒരുപാട് ഇനിയും പറഞ്ഞാൽ തീരാത്തന്നെ പറഞ്ഞപ്പോ പഠിച്ചോൻ പറഞ്ഞത് ഞങ്ങൾ അവിടെ താഴത്തേക്ക് അല്ലേ, അതിന് സിറുണ്ട്. ആ വടിയുണ്ട് താഴത്തെ കിട്ടപ്പോ എന്താ വടി എന്താന്ന് അപ്പാണ് മനസ്സിലായി. എന്താ ശരിക്കുള്ള വലിയൊരു പാമ്പായിട്ട് വടി മാറി. നമുക്കറിയുന്ന ചരിത്രമാണ്. എന്നിട്ട് അല്ലാഹു തആല മൂസാ നബിയോട്, മൂസാ നബി അപ്പൊ നിങ്ങളെ കയ്യിലുള്ള സാധനമാണ് വടി എന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ കയ്യിലുള്ള പലതും എന്താണ് വിഷമാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മള് തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് പുതിയത്തിൽ നിർത്താൻ കഴിയാം. നമ്മളെ മക്കൾ വിഷമാകാം, സമ്പാദ്യം വിഷമാകാം, ബിസിനസ് വിഷമാകാം. അത് അങ്ങനെ കണ്ട് തിരിച്ചറിഞ്ഞാലാണ്, ആ തിരിച്ചറിവുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളെ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. എന്നിട്ടെന്താ സംഭവിച്ചേ? മൂസാ നബിയുടെ പഠിച്ചോ നിങ്ങൾ എടുത്തോളിയോടുകൂടി മൂസാ നബിക്ക് എന്ത് ചെയ്യാം, എടുത്തോ? ഇല്ല, എടുക്കാൻ പേടി. പഠിച്ചോൻ പറഞ്ഞെന്ത്, നിങ്ങൾ എടുത്തോളി, പ്രശ്നമില്ല. പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞപ്പോ ലാസ്റ്റ് മൂസാ നബി പറഞ്ഞപ്പോ എന്ത് ചെയ്തു? എടുത്തു. അപ്പോഴാണ് വടിയായത്. അപ്പൊ എന്താണ് പഠിപ്പിക്കുന്ന സിർറ്? നമ്മൾ കാണുന്ന പലതും മൂസാ നബി അലൈഹി സ്വലാമിന് അത് ഭയങ്കര എത്തിമാതായിരുന്നു, ഡിപ്പെൻഡിങ് ആയിരുന്നു. അതില്ലാ പറ്റൂല. അപ്പൊ നമുക്ക് നമ്മളെ ഇഷ്ടങ്ങളുമായി നമ്മളെ ഫ്രീ ആക്കി വിടണമെങ്കിൽ അത് അല്ലാഹു തആല നമ്മൾ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുമായിട്ടുള്ള മര്യാദകൾ സംഭവിക്കുമ്പോൾ നമുക്ക് ശിക്ഷ വരുന്നില്ല എന്ന് നമ്മൾ ധരിക്കുന്നത് നമ്മളെ വിവരക്കേടാണ്. മാത്രമല്ല ശിക്ഷ വരുന്നില്ലല്ലോ, അതുകൊണ്ട് പഠിച്ചവന് ഇഷ്ടമുണ്ട് തോന്നിക്കണ്, അത് ഏറ്റവും വലിയ ഒരു ജഹലാണ്. അപ്പൊ നമുക്ക് ആത്മീയമായി ഒരു പുരോഗതി ഇല്ലെങ്കിൽ തന്നെ എന്താണ്, അതൊരു ശിക്ഷയാണ്. അല്ലെങ്കിൽ നമുക്ക് ആത്മീയം ഒരുപാട് വളരേണ്ടതുണ്ട്. ആ വളർച്ചയ്ക്കും നമ്മൾ എത്തുന്നില്ല. ആ വളർച്ച പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നമുക്കുള്ള എന്താണ് ഒരു നടപടിയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളുമായി നമ്മളെ ഫ്രീ ആക്കി വിടുന്നത് പോലെ എന്താണ് അല്ലാഹു തആല അടിമക്ക് ചെയ്യുന്ന നടപടികളാണ്. ഇത് മനസ്സിലാക്കുന്ന നടപടിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരമുള്ള സത്യസന്ധനായ അടിമ. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കാനും തിരിച്ചറിയാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞത് കേട്ടെല്ലാം അല്ലാഹു തആല സ്വാലിഹ നാഫിഅ ആക്കി അല്ലാഹു തആല മാറ്റം.